വേങ്ങര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ കെ എം ഷാജിയാണ് നമ്മുടെ ഒപ്പം ചേരുന്നത്. ഷാജിക, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ട് എങ്ങനെയാണ് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളൊന്നും മാറുന്നില്ലെങ്കിലും വേങ്ങര ആദ്യമായിട്ടല്ലേ? വേങ്ങരയിൽ ആദ്യമായിട്ടെന്ന് വെച്ചാൽ മത്സരിക്കാൻ ആദ്യമായിട്ടാണ്, അത്രേ ഉള്ളൂ. വേങ്ങരയൊക്കെ നമ്മുടെ ഒരു പ്രവർത്തന മണ്ഡലത്തിൽ വളരെ അടുത്തൊരു ഏരിയയാണ്. മത്സരിക്കാൻ വളരെ യാദൃച്ഛികമായിട്ട് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വരവായിരുന്നു. അവിടുത്തെ രാഷ്ട്രീയം തികച്ചും വിഭിന്നമാണല്ലോ ഇവിടുത്തെ രാഷ്ട്രീയം. ഇവിടെ എല്ലാവരും ലീഗ് മാത്രമാണ് ചിത്രത്തിൽ എന്ന തരത്തിലാണ് പറയുന്നത്. എങ്ങനെ തോന്നുന്നു? അങ്ങനെയൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ ഇവിടെ ഭൂരിപക്ഷം നമുക്കുണ്ടെന്നല്ലാതെ രാഷ്ട്രീയ രീതികൾക്കോ രാഷ്ട്രീയമായ സമീപനങ്ങൾക്കോ എന്തെങ്കിലും വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇവിടെ വളരെ കോൺഫിഡൻ്റാണ് മത്സരിക്കുന്ന സമയത്ത്. എൻ്റെ തെരഞ്ഞെടുപ്പ് ശീലങ്ങൾക്ക് വളരെ വിഭിന്നമായിട്ടുള്ളതാണ്. 4 തവണ മത്സരിച്ചത് ഭയങ്കരമായിട്ടുള്ള ഫൈറ്റാണ്. ഇവിടെ അതേ സമയത്ത് അത്ര കുറെ കൂടെ സ്വാസ്ഥ്യമുണ്ട്, നന്നായി ശ്വാസം വിടാൻ പറ്റുന്നുണ്ട്. ശൈലി മാറ്റുമോ? അഗ്രസീവ് ഇത്തിരി കുറയ്ക്കുമോ? എങ്ങനെ? ശൈലി ഏതായാലും മാറ്റാൻ തീരുമാനിച്ചില്ല. കാരണം ആ ശൈലിയാണ് നമ്മളുടെ ഒരു അടയാളം എന്ന് പറയുന്നത്. അത് നമ്മളുടെ വളരെ സിൻസിയറായിട്ടുള്ള നമ്മുടെ അപ്രോച്ചാണ്. ഞാനത് മാറ്റാൻ ശ്രമിച്ചാൽ ഞാനൊരു ഞാനല്ലാതായി പോകും. ഇവിടെ പി കെ കുഞ്ഞാലിക്കുട്ടി പിന്മുറക്കാരനായിട്ടാണ് വരുന്നത്. എല്ലാവർക്കും അതിൻ്റെ ഒരു ആവേശം കാണാവുന്നുണ്ട്. അപ്പോൾ മാറുന്നതിൻ്റെ ഒരു വിഷമത്തേക്കാൾ കൂടുതൽ അങ്ങ് വരുന്നതിൻ്റെ ഒരു സന്തോഷമാണ് പലരും പ്രകടിപ്പിക്കുന്നത്. എങ്ങനെ കാണുന്നു അതിനെ? ഞാനല്ലെങ്കിൽ തന്നെ അവരുടെയൊക്കെ പിന്മുറക്കാരാണ്, ഞങ്ങളുടെ നേതാക്കന്മാരാണല്ലോ അവരൊക്കെ. അപ്പോൾ അദ്ദേഹം പക്ഷേ ഇതുപോലെ ഒരു ലെഗസിയുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് 2 തരത്തിലുള്ള പ്രശ്നം എനിക്കുണ്ട്. ഒന്ന് വലിയ സന്തോഷം, രണ്ടാമത് വലിയൊരു ത്രട്ടാണത്. ഒരു ഉത്തരവാദിത്വം വല്ലാതെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെ, അതുമാത്രമാണ് എൻ്റെ ഒരു ആശങ്ക ഇവിടെ ഉള്ളൂ. അവരൊക്കെ അവരുടെ എല്ലാം പയറ്റിയ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എനിക്ക് അതൊരു മുമ്പിലുള്ളൊരു പ്രശ്നമാണ്. ആ ഉത്തരവാദിത്വ ബോധം എന്നെ അലട്ടുന്നുണ്ട്. തീർച്ചയായും അദ്ദേഹം ചെയ്തു വെച്ചതിൻ്റെ പിന്നാലെ നടക്കുക എന്നതിൻ്റെ അപ്പുറം നമ്മുടേതായൊരു ഇടം ഉണ്ടാക്കേണ്ടത് കൂടി ഇല്ലേ അവിടെ? തീർച്ചയായിട്ടും അദ്ദേഹം ഇതിൻ്റെ വികസനം, അത് ആരുടെ വികസനമായാലും വികസനം ഒരു നൈരന്തര്യമാണ്. പുതിയ കാലത്തിനനുസരിച്ചിട്ട് നമ്മളിപ്പോൾ 2 വരി പാത വന്നാൽ പിന്നെ 3 വരി പാത വേണമെന്ന് പറയും, പിന്നെ 4 ആവണമെന്ന് പറയും. വികസനം നിൽക്കണില്ലല്ലോ. അതിങ്ങനെ കാലത്തിനനുസരിച്ചിട്ട് പുതിയ കാലത്തോട് വേണ്ടുന്ന ഒരു സാമൂഹ്യവും രാഷ്ട്രീയവും വിദ്യാഭ്യാസപരവും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ അവരുമായിട്ട് സംസാരിക്കാറുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ എല്ലാവരുമായിട്ടും സംസാരിക്കുന്നുണ്ട്. ഇവിടുത്തെ വനിതകളുടെ പ്രശ്നങ്ങൾ, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, വലിയ സോഷ്യൽ ഇൻജസ്റ്റിസുകൾ അനുഭവിക്കുന്ന സാമൂഹ്യമായിട്ടുള്ള ആളുകളോട് അതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഈ തെരഞ്ഞെടുപ്പിലെ പ്രചരണം തന്നെ അവരുമായിട്ടുള്ള സംസാരമാണ്. എന്നിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ ഈ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടിയിട്ടാണ്. മറുവശത്ത് ഇടതുപക്ഷം വികസനം ഇല്ല എന്നുള്ളൊരു പ്രചരണമാണ് നടത്തുന്നത്. എങ്ങനെ കാണുന്നു അതിനെ? വികസനം ഇല്ലെങ്കിൽ 10 കൊല്ലം കേരളം ഭരിച്ച ഇടതുപക്ഷമാണ് ഉത്തരം പറയേണ്ടത്. ഇവിടുന്നും ഇവിടെ വേറെ ഒന്നുമല്ലല്ലോ, അവരാണ് ഉത്തരം പറയേണ്ടത്. ഇല്ല എന്നാണ് അവർ പറയണമെങ്കിൽ എന്തുകൊണ്ട് എന്ന് അവർ പറയണം ആദ്യം. കാരണം റെസ്പോൺസിബിൾ പേഴ്സൺ അവരാണ്. ഗവൺമെൻറ് ഇവിടത്തേക്ക് പണം അനുവദിച്ചില്ല എന്നാണോ അവർ പറയുന്നത്? ഇവിടെ വികസനം കൊടുക്കില്ല എന്നാണോ അവർ പറഞ്ഞത്? എങ്കിൽ അവർ മറുപടി പറയട്ടെ, എന്നിട്ട് നമ്മൾ പറയാം. ഇവിടുത്തെ വികസനം വിസിബിളാണ്. ഇവിടുത്തെ എല്ലാ ഉൾഭാഗങ്ങളിലേക്ക് പോയാലും നിങ്ങൾക്ക് കാണാവുന്ന ഇൻറ്റേർണൽ റോഡ്സുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു കുഴപ്പമില്ലാത്ത കേരളത്തിലെ അപൂർവ കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഒന്നാണിത്. അപ്പോൾ വികസനം ഇല്ല എന്ന് പറഞ്ഞാൽ അവരുടെ കേരളത്തിലെ മുഴുവൻ വികസനത്തിൻ്റെ കുറവ് അവർ സമ്മതിക്കണം. അപ്പോൾ നമുക്ക് സംസാരിക്കാം. ഇങ്ങനെയാണ് ഭൂരിപക്ഷം കണക്ക്? ആ കണക്കേ എനിക്കില്ല, അങ്ങനത്തെ കണക്കേ ഇല്ല. കാരണം വെച്ചാൽ അതൊക്കെ ജനാധിപത്യത്തിൽ അനാവശ്യമായ വർത്തമാനങ്ങളാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. മത്സരിക്കാൻ വരുന്നു. ഇവിടുത്തെ അവസാനത്തെ വോട്ട് ഭൂരിപക്ഷത്തിൻ്റെ ഒരു പ്രശ്നം ഇല്ലാത്തതെന്ന് വെച്ചാൽ ഈ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളും വോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ പിന്നെ ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നമില്ലല്ലോ. വളരെ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വേങ്ങരയിലെ പര്യടനം പുരോഗമിക്കുന്നത്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.